ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്യാരറ്റ് ജ്യൂസുമായിട്ടാണ്. ഞാൻ ഒരു 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണിത്. ഇത് നമുക്ക് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ക്യാരറ്റിനെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ആവശ്യാനുസരണം വെള്ളമൊഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ വേവിച്ച് ഊറ്റിയെടുത്ത് വച്ചിരിക്കുന്ന ക്യാരറ്റാണിത്. നമുക്ക് വേണമെങ്കിൽ തോനെ ക്യാരറ്റ് ഇതുപോലെ വേവിച്ച് എടുത്ത് വെക്കാം. എന്നിട്ട് നിങ്ങളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. ആവശ്യാനുസരണം കുറേശ്ശെ എടുത്ത് ഞാൻ ഈ പറയുന്ന പോലെ ജ്യൂസ് അടിച്ച് എടുത്താൽ മതിയാകും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ക്യാരറ്റും വെള്ളവും ഒരേ ലെവലിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതൊരു ജാറിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ക്യാരറ്റും വെള്ളവും ഒരേ ലെവലിൽ നിൽക്കുന്നവരെ നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അവരവരെ ഇഷ്ടത്തിന് വേണം പഞ്ചസാര ചേർക്കാൻ. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 3-4 ഏലക്ക കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ശരിക്കും ഈ ക്യാരറ്റ് ജ്യൂസിന് നല്ല ഫ്ലേവർ നൽകുന്നത് ഈ ഏലക്കയാണ്. അപ്പോൾ ഏലക്ക മസ്റ്റായിട്ട് ചേർക്കുക. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളവും ക്യാരറ്റും ഏലക്കായും നല്ല പോലെ ഒന്ന് സ്മൂത്താക്കി അരച്ചെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു വലിയ 2 ഗ്ലാസോളം പാൽ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതും നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇത് കുടിക്കുമ്പോൾ ആ ക്യാരറ്റിൻ്റെ യാതൊരു ഫീലിങ്ങും നമുക്ക് വരത്തില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളിത് കുടിച്ച് നോക്കുക. അപ്പോഴേ ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ തീർച്ചയായും കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നിങ്ങൾക്ക് ആവശ്യാനുസരണം ക്യാരറ്റ് തോനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് കുറേശ്ശെ ഇതുപോലെ അടിച്ചെടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി എൻ്റെ ഒരു റിലേറ്റീവാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾ അറിയാമെങ്കിൽ എൻ്റെ ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ റെസിപ്പികൾ അയയ്ക്കുക. ഞാൻ തീർച്ചയായും നിങ്ങളുടെ പേരോട് കൂടി തന്നെ റെസിപ്പികൾ ഇടുന്നതായിരിക്കും. ഇമെയിൽ ID ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഞാൻ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.